ഇവിടെ അടുത്തേ നല്ലൊരു ഡോക്ടറുണ്ട്. അയാളുടെ വീട്ടിൽ 1-2 ദിവസം കിടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പ്രതാപനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതിനും അവനെ ഇപ്പം ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും മാമ? കൊണ്ടുപോരാ ഞങ്ങൾ വന്നത്. തണ്ടും തടിമുടുക്കുള്ള 2 എണ്ണത്തിനൊപ്പം അവൻ മുറിയിലുണ്ടല്ലോ. ഉണ്ട്. അവന് ഉപദ്രവിക്കല്ലേടാ മാമ? ഉപദ്രവിക്കാനല്ല വന്നത്, അവന്റെ കൈയും കാലും കെട്ടി ഞാൻ പറഞ്ഞിടത്തേക്ക് കൊണ്ടുപോകാനാ. നിങ്ങളുടെ മരുമോളുണ്ടോ ഇവിടെ? ഇല്ല, അവൾ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പോ എല്ലാം കൊണ്ടും നല്ല സമയമാണ്. അല്ലെങ്കിൽ എന്നെ കാണുമ്പോ അവൻ വേണ്ടാത്തൊക്കെ വിളിച്ചു പറയും. നിങ്ങൾ വാ. എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെ കാണണം. കൊണ്ടുപോയി അവനെ പഴയപടിയാക്കട്ടെ. കാനന ഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവൻ ആടിനെ മേയ്ക്കാനും ആടിനെ കുളിപ്പിക്കാനും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാര്? വാമനോ? അതേടാ. വാമാ മാറി വാമാ, എല്ലാം മാറി വാമാ. ഓ മാറിയോ? എന്റെ അസുഖം മുഴുവൻ മാറി വാമാ. നിന്റെ അസുഖം മാറിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ വാമ എന്നുള്ള നിന്റെ വിളി. നീ എന്നെ വാമേട്ടെന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. നിന്നെ ഞാൻ വാമനെന്തെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ. നിന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാലേ അങ്ങനൊന്നും അല്ല വിളിക്കേണ്ടത്. വാമന്റെ സ്ഥാനത്ത് ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കൂടെ ചേർക്കേണ്ടതാ. ഓ ചേർക്കാവടാ, നമുക്ക് ചേർക്കാം. അങ്ങനെ ചേർക്കാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ വന്നത്. പിടിക്കടാ ഇവനെ. എന്തിനാ എന്നെ ഇങ്ങനെ പിടിക്കുന്നേ? ഇവിടുന്ന് ഇറങ്ങിയാൽ മിണ്ടരുത് കേട്ടോ. പൊക്കടാ അവനെ, പൊക്ക്. അവന് കിടത്ത് കിടത്ത്. കാലെ കെട്ട്, കാല് പിടിച്ചങ്ങോട്ട് വെക്കും. കയറെടുത്ത് കൈ കെട്ട് ആദ്യം. കൈ കെട്ട്. അങ്ങനെ പിടിച്ച് കാല പിടിച്ചോണേ, കാല പിടിച്ചോണേ. നന്നായിട്ട് മുറുക്കി കെട്ട്. ഇതുകൊണ്ട് കാലെ കെട്ട്. മുണ്ടാ കിടക്കാൻ. മുറുക്കി കെട്ട്. എവർക്കിടന്ന് കുതിറുവാന്നല്ലോ. മുറുക്ക് ഇനി പൊക്കിക്കോ. പൊക്കെ കാലം പിടിച്ചോ. പൊക്കെ മുടിഞ്ഞ വെയിറ്റ് അവന്. നിന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടും. പോട്ടെ ഒന്നുകൂടെ പൊക്കെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്താ മാമ ഇത്? എവരെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? അവിടെ എത്തിയിട്ട് അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ തരാം. അപ്പൊ അമ്മ എങ്ങ് വന്നാ മതി. എന്നാലും ഇവനെ ഇങ്ങനെ കൊണ്ടുപോകണോ വാമ? ഇങ്ങനെ കൊണ്ടുപോകുമ്പോ തന്നെ അവൻ കിടന്ന് പിടയ്ക്കുന്ന പിടച്ചിൽ കണ്ടില്ലേ? എവന്റെ രോഗം മാറുമോന്ന് നോക്കട്ടെ. മാറിയില്ലെങ്കിൽ ജീവനോടെ കൊണ്ടുവരാം. നാവ് പിഴുതെടുത്ത്. എവന്റെ നാവ് നല്ലത് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് നന്നായിട്ട് കരയേണ്ടി വരും. കൊണ്ടുപോടാ. താഴെ വീഴരുത്. എടാ, നീ എന്റെ കുഞ്ഞിന് നാവ് പിഴുതെടുക്കുമല്ലടാ. അമ്മേ, നമ്മൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. കണ്ണനെല്ലാം അറിഞ്ഞോന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അങ്ങനെ അവര് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്. അമ്മയുടെ മോന്റെ ജീവിതം മാത്രമല്ല എന്റെയും. അതൊക്കെ മനസ്സിൽ വെച്ചോണം. കാറിനകത്ത് കയറ്റടാ. കേട്ടടാ? വാങ്ങി പിടിച്ചോണ്ട് നിക്കുക. കേട്ടടാ?
യവനെ നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ. പിന്നെ യവനെടുത്ത് പോയെന്ന് കരുതി മോഹിനിക്ക് സന്തോഷമല്ലാതെ സങ്കടമൊന്നും ഇല്ലല്ലോ. എവിടുന്ന് ഇവനും ഞാനും ഒക്കെ മുടിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്ന വരവായത്. ഇങ്ങനെ പറയുന്നത് കൊണ്ടാ എല്ലാവരും മുടിയുന്നത്.